ഇന്നത്തെ IPL മത്സരത്തിൽ ഡൽഹിയും ലക്നൌവുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ലക്നൗ തോറ്റിരിക്കുകയാണ്. ഡൽഹി ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ലക്നൗ തോറ്റപ്പോൾ ലോട്ടറി അടിച്ചത് സഞ്ജുവിനാണ്. സഞ്ജുവിന് രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് ഒഫീഷ്യലായിട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി രാജസ്ഥാന് ഒരു മാച്ച് പോലും ജയിക്കേണ്ടതില്ല. ഓട്ടോമാറ്റിക്കലി രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തി. അതുപോലെ RCB CSK ടീമിനും സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡൽഹി ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗിൽ 208 റൺസാണ് അടിച്ചുകൂടിയത്. എന്നാൽ സെക്കൻഡ് ബാറ്റിംഗിൽ ലക്നൗ ടീമിന് ഈ റൺസ് മറികടക്കാൻ സാധിച്ചില്ല. നിക്കോളാസ് പൂരൻ അടിച്ചു കളിച്ചുവെങ്കിലും ലക്നൗ ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. ഇന്ന് ലക്നൗ ജയിച്ചെങ്കിൽ അവർ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തിയേനെ. തോറ്റത് കൊണ്ട് ലക്നൗ ടീം ഇപ്പോൾ പുറത്താകലിന്റെ വക്കിലാണ്. ലക്നൗ ടീമിന് ഇനി ഒരു മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അത് ജയിച്ചാലും 16 പോയിന്റ് നേടാൻ സാധിക്കില്ല. 14 പോയിന്റ് മാത്രമേ എത്താൻ സാധിക്കൂ. ഇന്ന് ലക്നൗ കളി തോറ്റപ്പോൾ ലോട്ടറി അടിച്ചത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തി. ഇനി ബാക്കിയുള്ള 2 മാച്ച് തോറ്റാലും രാജസ്ഥാന് കുഴപ്പമില്ല. അതുപോലെ RCB ടീമിനും കോൾ അടിച്ചിരിക്കുകയാണ്. അടുത്ത മാച്ച് CSK ടീമിനെതിരെയാണ്. ഈ മാച്ചിൽ RCB മികച്ച ടാർഗറ്റിൽ ജയിച്ചാൽ RCBക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കും. ഇനി ഈ മാച്ചായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. CSK ടീം ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിലെത്താം. ചെന്നൈ തോറ്റാൽ അവർക്ക് 14 പോയിന്റ് മാത്രമേ നേടാൻ സാധിക്കൂ. ഇങ്ങനെ വരുമ്പോൾ RCBയും CSK ടീമും തുല്യരായിരിക്കും. അതുപോലെ അടുത്ത മാച്ച് ലക്നൗ ജയിച്ചാൽ അവർക്കും 14 പോയിന്റ് ആയിരിക്കും. ഡൽഹി ടീമിനും 14 പോയിന്റ് ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ 4ാം സ്ഥാനത്ത് ഒരു ടീമിന് എത്താൻ സാധിക്കും. 14 പോയിന്റുള്ള ഒരു ടീമായിരിക്കും അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക. നിലവിലെ റൺ റേറ്റ് നോക്കിയാൽ ലക്നൗ ടീമിനും ഡൽഹി ടീമിനും മൈനസാണ് നെറ്റ് റൺ റേറ്റ്. ഇതേ സമയം RCB ടീമിന് +0.3 ആണ്. അതുപോലെ CSK ടീമിന് +0.5 ആണ്. അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ RCB നല്ല റൺ റേറ്റിന് ജയിച്ചാൽ ഉറപ്പായിട്ടും RCB പ്ലേ ഓഫിലെത്തും. ലക്നൗ ഇന്ന് കളി തോറ്റതുകൊണ്ട് പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാൻ ഇനി ഈസി ആയിട്ട് ഫൈനലിൽ എത്താൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.